ഹലോ മക്കളെ, ഈ ഒരു വീഡിയോ ഓൾറെഡി അസ്ത്ര ബാച്ചിലുള്ള മക്കളോടല്ല. കാരണം അവരോട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ആപ്പിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ബാക്കിയുള്ള കുട്ടികൾ കൂടി അറിയണമല്ലോ. നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒക്കെ ഏതാണെന്നറിയോ? കുറേ ആളുകൾക്കൊക്കെ അറിയാൻ മതിയാവും. ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിങ്ങും മറ്റുമൊക്കെ ആയിട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഒക്കെയാണ് വരുന്നത്. സാറിനോട് സംസാരിക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. അതായത് ചാപ്റ്ററിൻ്റെ പേര് സം കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ മക്കളെ ഒരുപാട് കുട്ടികൾ പ്രയാസപ്പെടുന്ന കാര്യം എന്താ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല, കാരണം അതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല പല ആളുകളും. ഓൾറെഡി ഇപ്പോൾ അസ്ത്ര ബാച്ചിലുള്ള കുട്ടികളൊക്കെ വളരെ കൃത്യമായിട്ട് സാർ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോ ഏരിയയും വളരെ ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്നുള്ളത് അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം? ഇതിൽ ഒരുപാട് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്, ഒപ്പം തന്നെ കുറച്ച് കോമ്പൗണ്ടുകൾ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇങ്ങനെ നമുക്കൊരു ചാപ്റ്റർ കാണുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നതാണ് എന്ത് ടഫസ്റ്റ് ചാപ്റ്ററാണിത് എന്നുള്ളത്. മക്കളെ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മ വെച്ചോ, ഈ ചാപ്റ്റർ അത്രക്കും വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അതായത് ഇന്ന് പഠിച്ചൊരു കാര്യം നാളെയും നോക്കണം, നാളെ പഠിച്ചതും ഇന്ന് പഠിച്ചതും മറ്റന്നാളും നോക്കണം. അതായത് സാറ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കൂലേ? അത് നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സമയം കുറഞ്ഞ് വരും. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ സാധാരണ നോർമൽ രീതിയിൽ പഠിച്ചു പോയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എക്സാമിനാണ് നിങ്ങൾ ആ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പം ക്ലാസ്സൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ക്ലാസ് എടുക്കുന്ന സമയത്ത്, ബോർഡിൽ എഴുതുന്ന സമയത്ത്, ടീച്ചേഴ്സ് പറയുന്ന സമയത്തൊക്കെ ഓക്കെയാണ് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. പക്ഷേ എക്സാമിന് ചോദ്യം വരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ എനിക്ക് അറിയായിരുന്നല്ലോ, എനിക്ക് എന്താ കിട്ടാത്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നൊക്കെ തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ടാവും. ചിലപ്പോൾ ആ പരാതികളൊക്കെ നിങ്ങൾ കൊണ്ടുപോയിടുക നിങ്ങളെ പഠിച്ച ഒരു ടീച്ചറെ അടുത്തായിരിക്കും. ഓക്കെ, ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പം സൂക്ഷിക്കുക മക്കളെ. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി പഠിക്കുക വേണം. രണ്ടാമത്തെ കാര്യം സാർ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഒരേ റിയാക്ഷൻസ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ആദ്യ തവണ നല്ല പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ പോലും അറിയാതെ മാജിക്കലി നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു മുന്നറിയിപ്പായിട്ട് സാറ് പറഞ്ഞ കാര്യമാണ്. ഒപ്പം അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഡെപ്തായിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് കുട്ടികൾക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. എന്താണ് സാറേ, ഞാൻ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്കിപ്പോൾ ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത്. പ്രശ്നമാക്കണ്ട. അസ്ത്ര 2.0 ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്തോ. എന്താണോ അസ്ത്ര 1.0ക്ക് ഞങ്ങൾ എടുത്തു കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ മക്കൾക്ക് എടുത്തു തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒപ്പം ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരെയും കൂടി അറിയിക്കുക. ഈ ഒരു വർഷം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയി പഠിച്ച് എക്സാമൊക്കെ ടെൻഷൻ ഇല്ലാതെ എഴുതാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.